ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ ഞാനിത് എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് വേണം വണ്ടിക്ക് ബുക്ക് ചെയ്യാനും വണ്ടിയുടെ എന്താ പറയുക ടിക്കറ്റ് എടുക്കാനൊക്കെ കേട്ടോ. എന്നാലേ നമുക്ക് ഈ വണ്ടി കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് വണ്ടി ബുക്ക് ചെയ്ത് അയാളിതാ പിന്നെ പോകാനുള്ള ഒരു ഫാമിലിയും കൂടി ആവാൻ വേണ്ടിയിട്ട് അയാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു തോന്നുന്നു. ഐ ഡോണ്ട് നോ, എന്താ അറിയില്ല. എന്തായാലും ശരി, ഞങ്ങളുടെ കൂടെ വേറൊരു കൂട്ടരും കൂടിയും വന്നിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പാകമുള്ളൊരു വണ്ടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇതിൽ ആരും ഇരുന്നില്ല. പറ്റിയില്ല. രണ്ട് സീറ്റുള്ളതുള്ളൂ. ഒന്നിൽ റിനുമോളും ഒന്നിൽ ഞാനും നൗഷിയായിരുന്നു. അങ്ങനെ അതാ വണ്ടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് അറിയാമെന്നൊക്കെ. അപ്പോൾ നൗഷി ഹിന്ദിന്നും മനു ഇംഗ്ലീഷെന്നും ഞാൻ മലയാളമെന്നും. അങ്ങനെ ഇയാൾ പറഞ്ഞു തരുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഹിന്ദിയിലായിക്കോട്ടെ ഇംഗ്ലീഷിലായിക്കോട്ടെ. അപ്പോൾ ഇത് 1947 വെച്ച് ഉള്ള മരങ്ങളാണെന്നാണ് പറയണത്. അത്ര പഴക്കമുണ്ടെന്നാണ് അയാൾ പറയണത്. എനിക്ക് തോന്നുന്നു അത് ശരിയായിരിക്കും എന്നാണ്. കാരണം അത്രയും പഴക്കം ഉള്ള മരങ്ങൾ, വലിയ എന്താ പറയുക, അപ്പൂപ്പനായിട്ടുള്ള മരങ്ങളെന്നറിയില്ലേ, അങ്ങനെയാണ് മരങ്ങളുടെ അവസ്ഥ. എന്ത് ഭംഗിയിലാണ് നിൽക്കുന്നത്, എന്ത് ഭംഗിയിലാണ് ഇവർ ഈ പ്ലേസിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എത്രയോ കാലം എത്രയോ ടൂറിസ്റ്റുകളും എല്ലാവരും വരുന്നതല്ലേ. അങ്ങനെ ഭംഗി പറയണ്ട, നിങ്ങൾ കാണുന്നില്ലേ. അങ്ങനെ ഞങ്ങൾ ഈ വണ്ടിയിൽ യാത്രയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാം കേട്ടോ. പിന്നെ എന്താ 1400 എത്രയും എന്താ പറയുക പ്രാവുകൾ ഇവിടെ കൂട്ടിയിരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടോ. കണ്ട ഈ മരങ്ങളൊക്കെ ഇതന്നെ ഇയാൾ പറയണേ അപ്പൂപ്പൻ എന്താ പറയുക മുതുമുത്തശ്ശന്മാരുടെ കാലത്തുള്ള മരങ്ങളാണെന്ന്. 1400 പഴക്കമുള്ള വഴക്കെന്ന് പറയണ മരങ്ങളെന്നാണ് പറയണത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതിൽ എന്താ പറയുക ഇനി ഓരോരോ ഇതുകൾ വരാനുള്ളതാണ്. അപ്പം ഓരോ സ്ഥലത്ത് ഇയാൾ നിർത്തി തരുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. ഓരോരുത്തർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ മഴ പെയ്തു. ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയാണ്. ഇവിടെ എത്തിയപ്പോൾ വീണ്ടും മഴ പെയ്തു കേട്ടോ. മഴ പെയ്തപ്പോൾ എല്ലാവരും ഇവിടെ കയറി നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ ഇവിടുത്തെ അവസ്ഥ. മഴ തോർന്നപ്പോൾ വീണ്ടും ഞങ്ങൾ ഇറങ്ങി. പക്ഷേ അപ്പോഴേക്കും ഞങ്ങളുടെ വണ്ടിയിൽ ആകെ വെള്ളക്കളിയായിട്ടോ. പാവം ഡ്രൈവർ കംപ്ലീറ്റും തുടച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, യാത്ര തുടരട്ടെ. ബാക്കി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.